ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റഡി റൊട്ടീനാണ്, ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒരു വ്ളോഗാണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. നമ്മളെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അതായത് ഫ്രഷായി ഒന്ന് റിലാക്സ് ആയിട്ട് ഒരു 2 hours ശേഷമാണ് ഞാൻ പഠിക്കാനായിട്ടുള്ള സമയം കണ്ടെത്തുന്നത്. ഞാൻ 10th ഗ്രേഡർ ആയതുകൊണ്ട് തന്നെ പഠിക്കുന്ന ടൈം എക്സ്ട്രാ കൂട്ടുകയും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു പ്രോപ്പർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി റൊട്ടീൻ ഞാൻ എങ്ങനെയാണ് ഒരു ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നെനിക്കറിയില്ല, ബട്ട് ഡു വാച്ച് ഇറ്റ് ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വന്നു കഴിഞ്ഞ് ഞാനൊരു 2 hours ഗ്യാപ്പ് കൊടുക്കും. എനിക്ക് റിലാക്സ് ചെയ്യാനും കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. അത് കഴിഞ്ഞ് 6:30 ആകുമ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം പറ്റില്ല, ഞാൻ എൻ്റെ ടൈമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു സമയത്ത് ഇരുന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് ആദ്യത്തെ കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കുപ്പിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കുറച്ച് അധികം എടുത്ത് വയ്ക്കുക. എന്തായാലും നല്ലോണം ദാഹിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ എനിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് ബാഗിൽ നിന്നും ബുക്കൊക്കെ ഇറക്കി വെച്ചു. ഇന്നത്തേക്ക് പഠിക്കാനുള്ളതും അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളും എഴുതാനുള്ളതും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി വെച്ചു. ബാക്കിയെല്ലാം ഷെൽഫിലേക്ക് എടുത്തു വെച്ചു. ഫസ്റ്റ് എനിക്ക് ഇന്ന് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്, അപ്പോൾ ഞാൻ അതാണ് ആദ്യം ചെയ്യുന്നത്. നോട്ടും ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പഠിക്കാനിരിക്കുന്നത്. നിങ്ങളുടെ റൂൾസ് എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം പഠിച്ചിട്ട് പിന്നെ ഹോംവർക്കൊക്കെ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പം ഇങ്ങനെയാണ് ചെയ്ത് വരാറ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, ആ ഒരു സോണിൽ നിങ്ങൾ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഹാർഡായിട്ടുള്ള സംഭവങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഞാൻ 9:30 വരെയാണ് രാത്രി ഇരുന്ന് പഠിക്കുന്നത്. രാവിലെ ഞാൻ സ്പെൻഡ് ചെയ്യാറില്ല, കാരണം രാവിലെ ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ 6 AM to 8 AM ആണ്. അപ്പോൾ 2 മണിക്കൂർ അതിന് നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ പഠിക്കുന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മോർണിംഗിൽ സ്റ്റഡി റൊട്ടീൻ കുറച്ചിട്ടുണ്ട്, കാരണം അവിടെ ഞാൻ യൂസ് ചെയ്യാറില്ല സ്റ്റഡി റൊട്ടീൻസ്. ഞാൻ നൈറ്റാണ് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് മാത്സ് ചെയ്ത് പഠിക്കലാണ്. ഒരു സബ്ജക്റ്റ് എല്ലാ ദിവസവും മുടങ്ങാതെ എടുക്കുന്നുണ്ടെങ്കിൽ അത് മാത്സ് ആയിരിക്കും. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അതാണ് ചെയ്ത് പഠിക്കേണ്ടത്. പലർക്കും മാത്സ് ടഫാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ബട്ട് എന്നെ പേഴ്സണലി ഒരു സിമ്പിൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. കാരണം നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ്. പക്ഷേ എക്സാമുകൾക്ക് കുറച്ച് ടഫായിരിക്കും. ക്ലാസ്സിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മാത്സ് എല്ലാ ദിവസവും എടുക്കുന്ന എന്താണോ അതങ്ങ് ചെയ്തുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. ഇനി കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്കൊക്കെ കുടിക്കുക. ഇനി എല്ലാ ദിവസവും ഡെയിലി പഠിപ്പിക്കുന്ന കാര്യം കുറച്ചുണ്ടാവുള്ളൂ. ആ ഒരു കുറച്ച് പോർഷൻസ് ഞാൻ പഠിക്കും. അതായത് ഇതിപ്പോൾ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ചിട്ട് സ്റ്റഡി സെക്ഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അതായത് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഹോംവർക്ക്, അതുപോലെ തന്നെ കുറച്ച് പ്രൊജക്റ്റ്, അസൈൻമെൻറ്റ്, അങ്ങനെ നമുക്ക് ക്ലാസ് വർക്കുകൾ ഉണ്ടാവും. അതാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു 15 minutes, ഒരു ½ an hour അതിനുള്ളിൽ എന്തായാലും ഇത് തീർക്കണം. ഇതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ടൈം നമ്മൾ ചിലവഴിക്കരുത്. നോട്ട്സും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു നൈറ്റ് സ്റ്റഡി റൊട്ടീൻ. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള റൊട്ടീൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ നമുക്ക് പഠിച്ച് മുന്നേറാനും പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് പഠിക്കാറ്. ഇപ്പോഴാണ് ഞാൻ എല്ലാ ദിവസവും എടുക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലവർ അങ്ങനെയല്ല പഠിക്കാറ്, എപ്പോഴെപ്പോഴും ഇങ്ങനെ പെൻഡിങ്ങിൽ വെക്കുന്ന പോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക, കാരണം ഇച്ചിരി സമയമുള്ളൂ. അതൊന്ന് പഠിച്ച് സെറ്റാക്കി എടുക്കുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.